നമ്മൾ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും സ്റ്റിച്ച് ലെങ്ത് എത്ര ഇടണം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിവുണ്ടാകണം. എന്നാലേ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് പെർഫെക്ഷൻ വരുള്ളൂ. ഞാനിപ്പോൾ താഴെ കാണിച്ചിരിക്കുന്നത് പല മെഷീനുകളിലുള്ള നമ്മുടെ സ്റ്റിച്ച് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്ന നോബുകളാണ്. അതിനകത്ത് 1 to 5 വരെ കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് ഓരോ സ്റ്റിച്ച് ലെങ്തും ഏത് ടൈപ്പിനും ഏത് ടൈപ്പ് മെറ്റീരിയലിനും എവിടെയൊക്കെയാണ് നമ്മൾ ആ സ്റ്റിച്ച് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് കേട്ടോ. നമ്മൾ 2mm സ്റ്റിച്ചിങ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ലൈറ്റ് വെയ്റ്റ് ഫാബ്രിക്കുകളിലാണ്. അതായത് നമ്മുടെ നെറ്റ്, ഓർഗൻസ അതുപോലെയുള്ള ലൈറ്റ് ആയിട്ടുള്ള ഫാബ്രിക്കുകളിലാണ് 2mm സ്റ്റിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത്. 2.5mm നമ്മൾ കോമൺ ആയിട്ട് സ്റ്റാൻഡേർഡ് സ്റ്റിച്ച് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന എല്ലായിടത്തും 2.5. എന്നാലും 3mm ആണ് നമ്മൾ കോമൺ ആയിട്ട് സീം സ്റ്റിച്ച് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സീം സ്റ്റിച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ രണ്ട് മെറ്റീരിയൽ നമ്മൾ ജോയിൻ ചെയ്യാനായിട്ട് സ്റ്റിച്ചിങ് അലവൻസോടുകൂടി സ്റ്റിച്ച് ചെയ്യുമല്ലോ, അപ്പോഴൊക്കെ നമ്മൾ 3mm ഇട്ട് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഒരു കറക്ഷൻ വന്ന് അതൊന്ന് അഴിക്കാനായിട്ട് 3mm ആണെങ്കിൽ നമുക്ക് അഴിക്കാനും എളുപ്പമാണ്, എന്നാൽ സ്ട്രോങ്ങും ആയിരിക്കും. അപ്പം 3mm ആണ് നമ്മൾ കോമൺ ആയിട്ടൊരു സ്റ്റാൻഡേർഡ് സ്റ്റിച്ചായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ 3.5mm നമ്മൾ സ്റ്റിച്ച് യൂസ് ചെയ്യുന്നത് ഹെവി ഫാബ്രിക്കുകളിലാണ്. അതായത് കട്ടിയുള്ള ഫാബ്രിക്കുകളിൽ 3.5 നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ 4mm നമ്മൾ യൂസ് ചെയ്യുന്നത് ബാസ്റ്റിംഗ് സ്റ്റിച്ചാണ് കേട്ടോ. ബാസ്റ്റിംഗ് സ്റ്റിച്ച് എന്ന് പറയുന്നത് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ജാൻസ് ക്രിയേഷൻ്റെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ജാൻസ് ക്രിയേഷൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, കോഴ്സസിൽ ജോയിൻ ചെയ്യുക കേട്ടോ.